ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ തന്തയുടെ തന്തയ്ക്കും ഒക്കെ വിളിച്ചുകൊണ്ടൊരു വീഡിയോ. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ നടന്ന ഒരു ചർച്ചയാണ്, ബോച്ചയെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയ്ക്കിടയിൽ ഉണ്ണി ബാലകൃഷ്ണൻ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനിടയിൽ പറയുന്നുണ്ട്, മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെ വായിക്കുന്ന വർത്താനൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നടന്നിരുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ സുജയ പറയുന്നുണ്ട്, അല്ലല്ല അയാൾ ക്രിയേറ്റീവായിട്ട് ചെയ്തിരുന്ന ആളാണ്, ബോച്ചയെ പോലെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതെ 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 ഇവിടെയൊക്കെ നടന്നൊരു തലയ്ക്ക് വെളിവില്ലാത്തതുപോലെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് നടന്നിരുന്നു. പക്ഷെ ജനങ്ങൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. പക്ഷേ ബോച്ചനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, സമയമെടുത്തു എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബോച്ചേനെയും സന്തോഷ് പണ്ഡിറ്റിനെയും കൂടി കമ്പയർ ചെയ്യുന്ന ഒരു ചർച്ചയിൽ സന്തോഷ് പണ്ഡിറ്റ് എവിടെ കിടക്കുന്നു, ബോച്ച എവിടെ കിടക്കുന്നു? ബോച്ചെ തൻ്റെ ഇനാഗുറേഷന് വരുന്ന സ്ത്രീകളെയും സെലിബ്രിറ്റികളെയും സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളെയും തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടികളെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് അവരോട് നെഗറ്റീവ് അർത്ഥം വരുന്ന രീതിയിൽ സംസാരിച്ച് ഡബിൾ മീനിങ് വരുന്ന പദപ്രയോഗങ്ങളൊക്കെ നടത്തി വളരെ വൾഗറായിട്ടുള്ള ആക്ഷനൊക്കെ കാണിച്ച് അതേപോലെ തന്നെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കിടന്ന് കോമാളിത്തരമൊക്കെ കാണിച്ചിട്ട് തൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് നോക്കിയത്, അല്ലേ? നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയിട്ട് തൻ്റെ ബിസിനസ്സിനൊരു നേട്ടം ഉണ്ടാക്കുക, എല്ലാവരും തൻ്റെ പ്രോഡക്റ്റിനെ ഓർത്തിരിക്കണം, ഈ രീതിയിൽ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒരു ബ്രാൻഡായി മാറണം, തന്നെ ഒരു സ്വയം ബ്രാൻഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു കുറുക്ക് വഴിയാണ് ഇങ്ങനെയുള്ള ആളുകളെ പൊതുവേദിയിൽ അപമാനിക്കുക, ഡബിൾ മീനിങ് പറയുക എന്നുള്ളത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അദ്ദേഹം തൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് സമ്പാദിച്ചു വെച്ച പൈസ കൊണ്ട് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുകയും അധികം പൈസ ആവാതെ, ആരെയും കഷ്ടപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ തൻ്റെ സ്വന്തം ഇതിനായിട്ട് ചെയ്യുകയും സംതൃപ്തിക്കായിട്ട് ചെയ്യുകയും അതിലൂടെ കുറേ അധികം ആളുകൾക്ക് അവസരം കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്, അല്ലേ? നാടിനൊരു ദോഷവും ചെയ്തിട്ടില്ല. ബോച്ച തൻ്റെ വളർച്ചയ്ക്കായിട്ട് പല ആളുകളെയും പ്രയോജനപ്പെടുത്തി, നെഗറ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി. അതാണ് ഇപ്പോൾ ഹണി റോസിന്റെ കാര്യത്തിൽ വരെ അവസാനം നമ്മൾ കണ്ടത്. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയല്ല. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ മറ്റുള്ളവർക്ക് നന്മയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം മോശമായിട്ട് ഒരാളോട് പെരുമാറിയെന്ന് ആരും പറയില്ല. അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു എന്നല്ലാണ്ട് അദ്ദേഹം ആരോടും ഇന്ന് വരെ മോശമായിട്ട് സംസാരിക്കുക, മോശമായി പെരുമാറുക ചെയ്തിട്ട് ആരും പറയില്ല, അല്ലേ? അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ സാർ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. എത്ര ചെറിയവനായാലും വലിയവനായാലും അയാൾക്ക് കൊടുക്കേണ്ട മാന്യതയും റെസ്പെക്റ്റും കൊടുത്ത് സാർ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളോട് മാഡം എന്ന് വിളിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിക്കാറ്. അദ്ദേഹത്തെ ആരെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, അദ്ദേഹം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയാൻ കഴിയും. ഒരു പക്ഷേ ഈ ഉണ്ണി ബാലകൃഷ്ണനേക്കാൾ മുകളിൽ നിൽക്കുന്നു. കാരണം സന്തോഷ് പണ്ഡിറ്റ് ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാത്തൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന്, ലാഭത്തിൽ നിന്ന് പല ആളുകളെയും സഹായിക്കുന്ന വ്യക്തിയാണ്. തന്നാൽ കഴിയുന്നത് ചെയ്ത് എല്ലാവരെയും സഹായിക്കുകയും ഒരു ആപത്ത് വരുമ്പോൾ അവിടെ ഓടിയെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അങ്ങനെ സഹജീവി സ്നേഹമുള്ള സന്തോഷ് പണ്ഡിറ്റ് എവിടെ കിടക്കുന്നു? തൻ്റെ ബിസിനസിന്റെ വളർച്ചയ്ക്കായി മറ്റുള്ളവരെ പോലും കരിവാരി തേക്കാൻ മടിയില്ലാത്ത ഒരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ അവരെ കരിവാരി തേക്കാൻ മടി കാണിക്കാത്ത ബോച്ച എവിടെ കിടക്കുന്നു? ബോച്ച ചെയ്യുന്ന ഓരോ ചാരിറ്റിയിലും ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വളർച്ച മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ അതിൽ നാട്ടുകാരെ ഉദ്ധരിക്കാനോ നാട്ടുകാർക്ക് സേവനം ചെയ്യാനോ അല്ല അദ്ദേഹം ഓരോ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇതിലൂടെ തൻ്റെ ബിസിനസ് വളർത്തുക, പിന്നെ അതുപോലെ തന്നെ തൻ്റെ ബ്രാൻഡ് എല്ലാവരുടെയും മനസ്സിൽ പതിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അങ്ങേർക്കുള്ളൂ. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ബോച്ചേനെയും സന്തോഷ് പണ്ഡിറ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല. അതുകൂടാതെ ഒരു മനുഷ്യനെ, ഒരു കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനെ തലയ്ക്ക് വെളിവില്ലാത്ത ആളാക്കി മാറ്റണേ. എന്ത് തെളിവിന്റെ ബലത്തിലാണ് ഇദ്ദേഹം സന്തോഷ് പണ്ഡിറ്റ് തലയ്ക്ക് വെളിവില്ലാത്ത ആളാണെന്ന് പറയുക? നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉണ്ണി ബാലകൃഷ്ണനെക്കാട്ടിലും തലയ്ക്ക് വെളിവുള്ള ആളാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം പൊതുവായിട്ടൊരു ചർച്ച നടക്കുകയാണ്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഒരു കാരണവുമില്ലാതെ ഒരു മനുഷ്യനെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. അവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ല, അല്ലെ? ഉദാഹരണം എടുക്കാൻ ഇയാളെ മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളാക്കി മാറ്റിയതും പോരാണ്ട് ബോച്ചയായിട്ട് കമ്പയർ ചെയ്യും കൂടിയാണ്.
അത് ശരിയായ നടപടിയായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. അപ്പൊ ആർക്കാണ് ശരിക്കും തലയ്ക്ക് വെളിവുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തന്തയ്ക്ക് പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ ഒരു തെറ്റായിട്ടേ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അത് വളരെ കറക്റ്റ് സമയത്ത് ചില ആളുകൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് കൊടുത്തു തന്നെ മുന്നോട്ട് പോകണം. അത് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്തത്. അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ചെയ്ത ആ പ്രവൃത്തിയിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരാള് നമ്മളെ തലയ്ക്ക് വെളിവില്ലാത്ത ആളായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുമ്പോൾ അയാളെ എന്താണോ പറയേണ്ടത്, ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുക, ആ രീതിയിൽ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്തായാലും ഇത്രയും നല്ലൊരു മനുഷ്യനെ സമൂഹത്തില് പലതരത്തില് പല ആളുകൾ അപമാനിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു കോമാളിയായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കണക്കാക്കിയിരുന്നത്. പിന്നീടാണ് അദ്ദേഹം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞതും. ഇപ്പൊ അദ്ദേഹത്തെ ആരും അത്തരത്തിൽ കളിയാക്കാറില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് തിരിച്ചറിവ് പൊതുജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരാളും തലയ്ക്ക് വെളിവില്ലാത്തവനായിട്ട്, ഒരു കോമാളിയായിട്ട്, ഒരു പരിഹാസ കഥാപാത്രം ആയിട്ട് ആരും ഇന്ന് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കാതെ, അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് സമൂഹത്തിനോട് ഇടപഴകുന്നതെന്ന് മനസ്സിലാക്കാതെ ഒരാളെ ഇത്തരത്തില് വ്യാഖ്യാനിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.